Welcome to the second lecture of Unit 2 of your novel drug delivery systems. So in the first chapter of Unit 2, we are discussing about microencapsulation. So till now we have seen the different definitions, then the classification of this encapsulated products. Then we have seen the advantages and disadvantages, then the type of coating materials used, and finally we discussed about the methods of preparation. Out of different methods of preparation, till now we have seen two methods. One is coacervation phase separation and the other one is Wurster process or air suspension coating. Now we will be moving on to the third type of method of manufacturing, that is multi-orifice centrifugal process. മൾട്ടി-ഒറിഫൈസ് സെൻട്രിഫ്യൂഗൽ പ്രോസസ്സിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ദി അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിലിണ്ടറാണ്. അപ്പോൾ ഇതതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്, ഈ സിലിണ്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ടാവും സെൻറ്ററിൽ. ദെൻ 3 സർക്കംഫറൻഷ്യൽ ഗ്രൂവ്സ്, 3 ഗ്രൂവുകൾ കാണാം. അപ്പോൾ ഈ ഗ്രൂവ്സിലെ സെൻട്രൽ ഗ്രൂവ് നോക്കിയാൽ അതിനൊരു ഒറിഫൈസ് ഉണ്ടായിരിക്കും, ഒരു ചെറിയൊരു ഹോൾ ഉണ്ടായിരിക്കും. ഇതാണ് കോട്ടിംഗ് സൊല്യൂഷൻ്റെ ഇൻലെറ്റ്. ഇതിലൂടെ കോട്ടിംഗ് സൊല്യൂഷൻ ഈ ഫസ്റ്റ് ഗ്രൂവിൽ നിറയും, എന്നിട്ട് അത് ഇങ്ങോട്ട് ഓവർഫ്ലോ ചെയ്തിട്ട് ഇവിടെ ഒരു കണ്ടിന്യൂസ് ഫിലിം ഫോം ചെയ്യും. ഈ ഒറിഫൈസിൻ്റെ മുകളിലൊരു കോട്ടിംഗ് പോളിമർ ഫിലിം എപ്പോഴും ഉണ്ടായിരിക്കും ബൈ ദിസ് ഓവർഫ്ലോയിങ് ഓഫ് കോട്ടിംഗ് മെറ്റീരിയൽ. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഫിലിം വളരെ ഇമ്പോർട്ടൻ്റ്. ഈ കണ്ടിന്യൂസ് ഫിലിം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ റൊട്ടേഷൻ സിലിണ്ടറിൻ്റെ റൊട്ടേഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ സിലിണ്ടർ ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ക്ലോക്ക് വൈസ്, ദെൻ ദിസ് വിൽ ബി റൊട്ടേറ്റിംഗ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കോർ മെറ്റീരിയലിൻ്റെ ഇൻലെറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോർ മെറ്റീരിയൽ ഈ ഡിസ്കിൻ്റെ മുകളിൽ, കൗണ്ടർ റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ മുകളിൽ യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ ഇങ്ങനെ സ്പ്രെഡായി ഈ ഡിസ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഡിസ്ക് വിൽ റൊട്ടേറ്റ്. അപ്പോൾ അത് കാരണം എന്ത് ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം പാർട്ടിക്കിൾസ് ഔട്ട്വേർഡ്ലി ത്രോ ചെയ്യപ്പെടും. ഈ രണ്ട് ഡയറക്ഷനിൽ ഹൊറിസോണ്ടലി പാർട്ടിക്കിൾസ് ത്രോ ചെയ്യപ്പെടും. ഈ ത്രോ ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾ വിൽ കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദി പോളിമർ മെംബ്രെയിൻ ഓഫ് ദി ഒറിഫൈസ്. അപ്പോൾ ഈ പോളിമർ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുമ്പോൾ ദ പാർട്ടിക്കിൾ ഗെറ്റ്സ് കോട്ടഡ് വിത്ത് ദി പോളിമർ സൊല്യൂഷൻ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ അങ്ങോട്ട് പുറത്തേക്ക് പാസ് ചെയ്യുന്ന ഉടനെ തന്നെ ഈ ഓവർഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് കണ്ടിന്യൂസ് ആ ഒറിഫൈസിനെ കവർ ചെയ്യുകയും ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിലിം ഒറിഫൈസിൻ്റെ മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലും ഈ സെയിം പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇവിടെയും ഇതുപോലെ തന്നെ 3 ഗ്രൂവ്സ് ഉണ്ടാകും. സെയിം പ്രോസസ്സ് ഈ സൈഡിലും നടക്കും. അപ്പോൾ ഇതാണ് മൾട്ടി ഒറിഫൈസ് സെൻട്രിഫ്യൂഗൽ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ മേജർ പാർട്സ് പറഞ്ഞാൽ 3 സർക്കംഫറൻഷ്യൽ ഗ്രൂവ്സും, ദെൻ ഈ സർക്കംഫറൻഷ്യൽ ഗ്രൂവ്സ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മൊത്തം സിലിണ്ടറാണ്. അതായത് ഈ ഗ്രൂവ് ഇവിടെ മാത്രമല്ല ഉള്ളത്, ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ഈ ഒരു ഗ്രൂവ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്തിട്ട് വരും. അതുപോലെ ഈ ഗ്രൂവ് ഇതിൻ്റെ സർക്കംഫറൻസിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്തിട്ട് ഗ്രൂവ് ഉണ്ടാവും. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്തിട്ട് ഗ്രൂവ് ഉണ്ടാവും. അങ്ങനെ 3 ഗ്രൂവാണ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് സർക്കംഫറൻഷ്യൽ ഗ്രൂവ് എന്ന് പറയുന്നത്. So this process utilizes centrifugal forces to throw a core material particle through an enveloping microencapsulation membrane. ആ ഗ്രൂവിൻ്റെ മുകളിൽ
സെൻട്രൽ ഗ്രൂവിലുണ്ടാകുന്ന ഒറിഫൈസിനെ കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന എൻകാപ്സുലേഷൻ മെംബ്രെയിനിലൂടെ പാർട്ടിക്കിൾ പാസ് ചെയ്യുമ്പോഴാണ് കോട്ടിംഗ് നടക്കുന്നത്. ദ അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് എ റൊട്ടേറ്റിംഗ് സിലിണ്ടർ ആൻഡ് 3 സർക്കംഫറൻഷ്യൽ grooves. The coating material under centrifugal force, which is imparted by the cylinder rotation, flows along the side of the immediate groove and forms a film across the orifice in middle groove. എങ്ങനെയാണ് മിഡിൽ ഗ്രൂവിൽ ഒരു കണ്ടിന്യൂസ് ഫിലിം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ ദി കണ്ടിന്യൂസ് ഓവർഫ്ലോയിങ് ഓഫ് കോട്ടിംഗ് മെറ്റീരിയൽ ഫ്രം ദി ഇൻലെറ്റ്. എ കൗണ്ടർ റൊട്ടേറ്റിംഗ് ഡിസ്ക് ത്രോസ് ദി കോർ മെറ്റീരിയൽ ഡ്രോപ്ലെറ്റ്സ് ഓർ സോളിഡ് പാർട്ടിക്കിൾസ് ടുവേർഡ്സ് ദി ഒറിഫൈസ്. അപ്പോൾ നമ്മുടെ കോർ മെറ്റീരിയൽ ഡ്രോപ്ലെറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് ആയിരിക്കാം. അത് എങ്ങനെയാണ് ഫിലിമുമായി കോണ്ടാക്റ്റിൽ, കോട്ടിംഗ് പോളിമർ ഫിലിമുമായി കോണ്ടാക്റ്റിൽ വരുന്നത്? ബൈ the counter rotating disc. It will throw the core material towards the orifice, and the core material, when it passes through the central orifice, it gets coated, and the coating membrane is immediately generated by the continually overflowing coating material. ഇത്രയാണ് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ. Then this diagram is very important. So that's about multi-orifice centrifugal process. മൾട്ടി ഒറിഫൈസ് എന്ന് പറയാൻ കാരണം ഇതുപോലത്തെ ഒറിഫൈസ് ഈ സർക്കംഫറൻസിൻ്റെ ത്രൂ ഔട്ട് ഉണ്ടായിരിക്കും. ഈ സെൻട്രൽ ഗ്രൂവ് പോകുന്ന സർക്കംഫറൻസിൽ ത്രൂ ഔട്ട് ഒറിഫൈസുകൾ, ഇവിടെ എല്ലാം ഒറിഫൈസ് ഉണ്ടായിരിക്കും ചെറുങ്ങനെ. അതുകൊണ്ടാണ് മൾട്ടി ഒറിഫൈസ് എന്ന് പറയാൻ കാരണം. Now we can move towards the fourth important type of preparation of microcapsules, that is spray drying and spray congealing. ഈ രണ്ട് പ്രോസസ്സും ഓൾമോസ്റ്റ് സിമിലിയർ ആയതുകൊണ്ടാണ് അതിനെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുന്നത്, സ്പ്രേ ഡ്രൈയിങ് ആൻഡ് കൺജീലിംഗ്. സ്പ്രേ ഡ്രൈയിങ്ങിൽ ചെയ്യുന്നത് ദ കോർ മെറ്റീരിയൽ ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ദി കോട്ടിംഗ് സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ കോട്ടിംഗ് സൊല്യൂഷനിൽ കോർ മെറ്റീരിയലിനെ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യുന്നു. ദ റിസൾട്ടിങ് സസ്പെൻഷൻ ഓർ എമൽഷൻ. അപ്പോൾ നമ്മൾ ഈ ഡിസ്പേഴ്സ് ചെയ്യുന്ന പാർട്ടിക്കിളുടെ നേച്ചർ അനുസരിച്ച് വി ബി ഗെറ്റിംഗ് either എ സസ്പെൻഷൻ ഓർ എ എമൽഷൻ. കോർ മെറ്റീരിയൽ സോളിഡ് ആണെങ്കിൽ സസ്പെൻഷനാണ് കിട്ടുക, അതൊരു ലിക്വിഡ് ആണെങ്കിൽ എമൽഷനാണ് കിട്ടുക. ആൻഡ് ദിസ് ഈസ് ആറ്റോമൈസ്ഡ്. ഇതിനെ ഒരു സ്പ്രേ ചേംബർ ഉണ്ടായിരിക്കും, അതിലേക്ക് ആറ്റമൈസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യും. അപ്പോൾ ഇവിടെ ഹീറ്റഡ് എയർ സ്ട്രീമാണ് ഉണ്ടാവുക നമ്മുടെ സ്പ്രേ ഡ്രൈയിങ് ചേംബറിൽ. അപ്പോൾ ഈ ഹീറ്റ് എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ഈ സോൾവെൻറ്റിന് എന്ത് പറ്റും? സോൾവെൻറ്റ് ഗെറ്റ്സ് ഇവാപ്പറേറ്റഡ്. അങ്ങനെ മൈക്രോ ക്യാപ്സ്യൂൾസ് ഫോം ചെയ്യും. അതാണ് സ്പ്രേ ഡ്രൈയിങ് എന്ന് പറയുന്ന മെത്തേഡ്. സ്പ്രേ ഡ്രൈയിങ് മെത്തേഡ് നിങ്ങൾ എൻജിനീയറിങ്ങിൽ പഠിച്ചിട്ടുണ്ടാകും. സെയിം മെത്തേഡ് തന്നെ. ഇവിടെ കൊടുക്കുന്ന ഫീഡ് എന്തായിരിക്കും? കൊടുക്കുന്ന ഫീഡ് കോർ മെറ്റീരിയൽ ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ കോട്ടിംഗ് സൊല്യൂഷൻ. അതാണ് നമ്മുടെ ഫീഡ്. അതൊരു ഹോട്ട് എയർ സ്ട്രീമിലേക്ക് സ്പ്രേ ചെയ്യും. ആറ്റമൈസർ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നു. ആൻഡ് ഡ്യൂ ടു ദി ഹൈ ടെമ്പറേച്ചർ ഓഫ് ദി ഹോട്ട് എയർ സ്ട്രീം, ദ സോൾവെൻറ്റ് വിൽ ഗെറ്റ് വോളറ്റലൈസ്ഡ് ആൻഡ് മൈക്രോ ക്യാപ്സ്യൂൾസ് ആർ ഫോംഡ്. സ്പ്രേ കൺജീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് വരുന്നത്, നേരത്തെ നമ്മൾ കോട്ടിംഗ് പോളിമറിൻ്റെ ഒരു സൊല്യൂഷനിലേക്കാണ് കോർ മെറ്റീരിയൽ ഡിസ്പേഴ്സ് ചെയ്തത്. ഇവിടെ അതിന് പകരം സാധാരണഗതിയിൽ വാക്സ് കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഈ വാക്സിനെ ചൂടാക്കിയിട്ട് ഒരു മെൽറ്റ് കിട്ടും, വാക്സ് ഉരുകിയിട്ടൊരു മെൽറ്റ് കിട്ടും. ആ മെൽറ്റിലേക്കാണ് നിങ്ങളുടെ കോർ മെറ്റീരിയൽ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യും. കോർ മെറ്റീരിയലിനെ ഈ മെൽറ്റിലാണ് ഡിസ്പേഴ്സ് ചെയ്യുക. നേരെ മറിച്ച് സ്പ്രേ ഡ്രൈയിങ്ങിൽ കോർ മെറ്റീരിയലിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നത് പോളിമറിൻ്റെ ഒരു സൊല്യൂഷനിലാണ്. കാരണം പോളിമറിനെ മറ്റൊരു വോളറ്റൈൽ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷനിലാണ് കോർ മെറ്റീരിയലിനെ ഡിസ്പേഴ്സ് ചെയ്യുക. നേരെ മറിച്ചിട്ട് സ്പ്രേ കൺജീലിങ്ങിൽ വേറൊരു സോൾവെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ നമ്മുടെ കോട്ടിംഗ് മെറ്റീരിയൽ, അതായത് വാക്സിനെ തന്നെ നമ്മൾ ഉരുക്കും.
എന്നിട്ട് നിങ്ങൾക്കൊരു മെൽറ്റ് കിട്ടില്ല. ആ മെൽറ്റിലാണ് കോർ മെറ്റീരിയലിനെ ഡിസ്പേഴ്സ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല ചൂടുള്ള ഒരു സൊല്യൂഷനായിരിക്കും, സൊല്യൂഷനല്ല, സസ്പെൻഷനായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. മെൽറ്റാണ്, അത് കാരണം നല്ല ചൂടുണ്ടായിരിക്കും. ഇതിനെ പാസ് ചെയ്യിപ്പിക്കുന്നത് കോൾഡ് എയർ സ്ട്രീമിലേക്കാണ് പാസ് ചെയ്യിപ്പിക്കുക. കാരണം അവിടെ നമുക്ക് എന്നാൽ മാത്രമേ ആ മെൽറ്റ്, ഉരുകി കിടക്കുന്ന മെൽറ്റ് വീണ്ടും ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സ്പ്രേയർ യൂസ് ചെയ്തിട്ട് അതിനെ കോൾഡ് എയർ സ്ട്രീമിലേക്ക് പാസ് ചെയ്യിപ്പിക്കും. ആൻഡ് ഇത് ഈ കോൾഡ് ടെമ്പറേച്ചറിന് മെൽറ്റ് എന്ത് പറ്റും, ഇറ്റ് വിൽ ഗെറ്റ് സോളിഡിഫൈഡ് ടു ഫോം മൈക്രോ സ്പിയേഴ്സ് ഓർ മൈക്രോ ക്യാപ്സ്യൂൾസ്. അതാണ് ഡിഫറൻസ് വരുന്നത്. മൈക്രോ ക്യാപ്സുലേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ സ്പ്രേയിങ് ദി ഹോട്ട് മിക്സ്ചർ ഇൻ ടു എ കൂൾ എയർ സ്ട്രീം. അപ്പോൾ ഇതാണ് സ്പ്രേ ഡ്രൈയിങ് ആൻഡ് സ്പ്രേ കൺജീലിംഗ്. I hope the difference is clear. And the next technique is pan coating. പാൻ കോട്ടിങ്, ടാബ്ലറ്റ് കോട്ടിങ്ങിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ടാബ്ലറ്റ്സിനെ കോട്ട് ചെയ്യുന്ന ടെക്നിക്ക്. അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ കുറച്ച് സൈസ് കൂടിയ മൈക്രോ പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ് പാൻ കോട്ടിങ് യൂസ് ചെയ്യാറുള്ളത്. യൂഷ്വലി 600 മൈക്രോൺസിനും കൂടുതൽ സൈസുള്ള പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ് പാൻ കോട്ടിങ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ കൺട്രോൾഡ് റിലീസ് ബീഡ്സ്, സ്പാൻസ്യൂൾസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ച കൺട്രോൾഡ് റിലീസ് ബീഡ്സ്, അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് സ്പാൻ കോട്ടിങ് വഴിയാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു പാൻ ഉണ്ടാകും, അതിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ആഡ് ചെയ്യും, കോർ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ പാൻ ഇങ്ങനെ ടംബിൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇതിലേക്ക് ഒരു ഇൻലെറ്റ് വഴി കോട്ടിംഗ് സൊല്യൂഷനും ആഡ് ചെയ്യും, മറ്റൊരു ഇൻലെറ്റ് വഴി ഹോട്ട് എയറും ആഡ് ചെയ്യും. ഈ പാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഈ ഇൻലെറ്റിലൂടെ ആഡ് ചെയ്യുന്ന സ്പ്രേ, കോട്ടിംഗ് പോളിമർ സ്പ്രേ ഇതിൻ്റെ മുകളിൽ പോയിട്ട് കോട്ട് ചെയ്യും. അതുപോലെ തന്നെ എയർ ഇൻലെറ്റ്, ഈ നീല നിറത്ത് കാണിച്ചിരിക്കുന്ന എയർ ഇൻലെറ്റിലൂടെ വരുന്ന ഹോട്ട് എയർ എന്ത് ചെയ്യും, അതിനെ സോളിഡിഫൈ ചെയ്യും. അല്ലെങ്കിൽ സോൾവെൻറ്റ്, കോട്ടിംഗ് സോൾവെൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ആ പോളിമർ കോട്ടിംഗ് അതിൻ്റെ മുകളിൽ കിട്ടുകയും ചെയ്യും. ഇതാണ് പാൻ കോട്ടിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. Then comes solvent evaporation technique. The solvent evaporation technique എന്താ ചെയ്യുന്നത്, ദ പോളിമർ ഈസ് ഡിസോൾവ്ഡ് ഇൻ എ വോളറ്റൈൽ സോൾവെൻറ്റ് വിച്ച് ഈസ് ഇമ്മിസിബിൾ ഇൻ ദ ലിക്വിഡ് മാനുഫാക്ചറിങ് വെഹിക്കിൾ ഫേസ്. അപ്പോൾ നമ്മുടെ കോയസർവേഷൻ ഫേസ് സെപ്പറേഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ അതിലൊരു ലിക്വിഡ് മാനുഫാക്ചറിങ് ഫേസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ മീഡിയമാണത്. ആ മീഡിയത്തിലാണ് ബാക്കി റിയാക്ഷൻസ് ക്യാരി ചെയ്യുക. അതൊരു വാട്ടറായിരിക്കാം, വാട്ടറോ അതുപോലത്തെ ഇനേർട്ടായിട്ടുള്ള ഒരു മീഡിയം ആയിരിക്കാം. അപ്പോൾ ആ ഇനേർട്ടായ മീഡിയമായിട്ട് മിസിബിൾ അല്ലാത്ത ഒരു മീഡിയമാണ് നമ്മുടെ പോളിമറിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുക. ഓക്കെ, ദ പോളിമർ ഇറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ എ വോളറ്റൈൽ സോൾവെൻറ്റ്. ഈ പച്ച നിറത്ത് കാണിച്ചിരിക്കുന്നതാണ് വോളറ്റൈൽ സോൾവെൻറ്റ്. അതിൽ നമ്മുടെ പോളിമറിനെ നമ്മൾ ആഡ് ചെയ്യും ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഡിസോൾവ്ഡ്. എന്നിട്ട് ഇതിനെ നമ്മളൊരു അജിറ്റേറ്റർ കൊടുത്തിട്ട് ഇതിങ്ങനെ അജിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് അജിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇതിവിടെ എമൾസിഫിക്കേഷൻ നടക്കും. നമ്മുടെ ഇമ്മിസിബിളായിട്ടുള്ള ഈ സോൾവെൻറ്റിൽ മിസിബിളായി ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറും. ഇതിനെ എന്നിട്ട് എന്ത് ചെയ്യും, പതുക്കെ ഹീറ്റ് ചെയ്യും. നമ്മൾ പതുക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വോളറ്റൈലായിട്ടുള്ള സോൾവെൻറ്റ് പച്ച നിറത്തിൽ, ഇപ്പോൾ ഇതിന് ചെറിയ ഡ്രോപ്ലെറ്റ് ഐസ് മാറും. പച്ച നിറത്തിലുള്ള ചെറിയ ഡ്രോപ്ലെറ്റ്സ് ഈ നീല നിറത്തിലുള്ള കണ്ടിന്യൂസ് ഫേസിൽ ത്രൂ ഔട്ട് ഉണ്ടാകും. അപ്പോൾ ആ ഡ്രോപ്ലെറ്റ്സിലെ സോൾവെൻറ്റിന് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ഗെറ്റ്സ് ഇവാപ്പറേറ്റഡ് ബൈ ദി ഹീറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് സ്മോൾ മൈക്രോ ക്യാപ്സ്യൂൾസ്. ഇതാണ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. The polymer is dissolved in a volatile solvent which is immiscible with the liquid manufacturing vehicle phase
The core material to be encapsulated is dissolved or dispersed in the coating polymer solution. Agitation is provided to uniformly disperse the coating material phase. നമ്മുടെ പോളിമറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള കോട്ടിംഗ് മെറ്റീരിയൽ ഫേസിനെ അജിറ്റേഷൻ വഴി എമൾസിഫിക്കേഷൻ നടത്തുകയാണ്, ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ് ആക്കിയിട്ട് മാറ്റുകയാണ് മാനുഫാക്ചറിങ് ഫേസിൽ. ആൻഡ് ദിസ് ഈസ് ദെൻ ഹീറ്റഡ് ടു ഇവാപ്പറേറ്റ് ദി സോൾവെൻറ്റ് ടു ഫോം മൈക്രോ ക്യാപ്സ്യൂൾസ്. So that is solvent evaporation technique. And another technique is polymerization. Polymerization actually interfacial polymerization ഉണ്ട്, അതുപോലെ ഇൻസിറ്റു പോളിമറൈസേഷനും ഉണ്ട്. അപ്പോൾ ഇൻസിറ്റു പോളിമറൈസേഷനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇൻസിറ്റു പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർഫേഷ്യൽ പോളിമറൈസേഷൻ എന്നാണ് പറയുക. ഇൻ്റർഫേഷ്യൽ പോളിമറൈസേഷനിൽ കോർ മെറ്റീരിയൽ ഒരു ഫേസ് ഫോം ചെയ്യുന്നു, അതുപോലെ ഒരു കണ്ടിന്യൂസ് ഫേസ് ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ മോണോമേഴ്സിനെ ആഡ് ചെയ്യും കണ്ടിന്യൂസ് ഫേസിലേക്ക്. ഈ മോണോമേഴ്സ് ഒരു റിയാക്റ്റൻ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് പോളിമറൈസ്ഡ് ടു ഫോം പോളിമർ ഫിലിം ഓവർ ദി കോട്ടിംഗ് മെറ്റീരിയൽ. അപ്പോൾ അവിടെ നമ്മൾ റിയാക്റ്റൻറ്റിനെ ആഡ് ചെയ്തിട്ടാണ് പോളിമറൈസേഷൻ നടത്തുന്നത്. ദിസ് ഈസ് കോൾഡ് ഇൻ്റർഫേഷ്യൽ പോളിമറൈസേഷൻ. അവിടെ റിയാക്റ്റൻറ്റിനെ ആഡ് ചെയ്തു. നേരെ കുറച്ച് ഇൻസിറ്റു പോളിമറൈസേഷനിൽ നമ്മൾ റിയാക്റ്റൻറ്റിനെ ഒന്നും യൂസ് ചെയ്യില്ല, പകരം നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ pH ചേഞ്ച് ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ച് വരുത്തും. അപ്പോൾ ഈ ചേഞ്ച് വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? മോണോമേഴ്സ് will undergo polymerization and a polymer coat is formed over the core material. അപ്പോൾ ഇതാണ് ടെക്നിക്ക് ഇൻസിറ്റു പോളിമറൈസേഷൻ്റെ. It's a relatively new microencapsulation method which utilizes polymerization technique to form microcapsule coating in situ. In situ ആണ്, അറ്റ് ദി സൈറ്റ് ആണ്, നമുക്ക് വേണ്ടപ്പോഴാണ് നമ്മൾ പോളിമറൈസേഷൻ കൊണ്ടുവരുന്നത്. The method involved the reaction of monomeric units located at the interface existing between the core material and the continuous phase in which the core material is dispersed. Again, core materialum continuous phase ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിലാണ് നമ്മുടെ മോണോമേഴ്സ് ചെന്നിട്ട് പോളിമറൈസ് ചെയ്യപ്പെടുക. ആ മോണോമേഴ്സ് റിയാക്ട് ചെയ്യും. മോണോമേഴ്സ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? either you will change the pH or you will alter the temperature. And the continuous phase is usually a liquid or a gas. ഒന്നെങ്കിൽ ലിക്വിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കാം നമ്മുടെ കണ്ടിന്യൂസ് ഫേസ്. അപ്പോൾ ഈ pH ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആൾട്ടർ ചെയ്യുമ്പോൾ ഇനീഷ്യലി സംഭവിക്കുന്നത് ഒരു പ്രീ പോളിമർ ഫോം ചെയ്യും. എ ലോ മോളിക്കുലാർ വെയ്റ്റ് പ്രീ പോളിമർ ഈസ് ഫോംഡ് ആൻഡ് ദിസ് പ്രീ പോളിമർ ഗ്രോസ് ഇൻ സൈസ് ആൻഡ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദി സർഫേസ് ഓഫ് ദി കോർ മെറ്റീരിയൽ, thereby generating a solid capsulation. അങ്ങനെയാണ് മൈക്രോ എൻകാപ്സുലേഷൻ നടക്കുക. അപ്പോൾ ഇനീഷ്യലി നമ്മുടെ കയ്യിലൊരു കണ്ടിന്യൂസ് ഫേസ് ഉണ്ടായിരിക്കും. ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. അതിലേക്ക് കോർ മെറ്റീരിയൽ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മോണോമേഴ്സിനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ യൂറിയ ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെലാമിൻ്റെയൊക്കെ പോളിമറൈസേഷൻ നടത്തുന്ന ഈ മെത്തേഡ്, അത് ഉപയോഗിച്ച് കോട്ടിങ് നടത്തുന്ന ഈ ഒരു മെത്തേഡ് വഴിയാണ് സാധാരണ. അപ്പോൾ മോണോമേഴ്സാണ് ആഡ് ചെയ്യുക. എന്നിട്ട് pH ടെമ്പറേച്ചറോ ആൾട്ടർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മോണോമേഴ്സ് ആദ്യം ഒരു ലോ മോളിക്കുലാർ വെയ്റ്റ് പ്രീ പോളിമർ കോട്ട് ഫോം ചെയ്യും. അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു നല്ലൊരു കോട്ടായിട്ട് തിക്കൺ ചെയ്തു വരും. So that is the method of in situ polymerization. So that these were the different techniques. About 7 techniques you studied about microencapsulation. It's a very important question. Most probably ഒരു essay ആയിട്ട് ചോദിക്കും, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം എന്താണ് ടെക്നിക്ക് എന്നുള്ള കേസ്. അപ്പോൾ എവിടെയൊക്കെയാണോ പോസിബിൾ ആയിട്ടുള്ളത് അവിടെയെല്ലാം ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യുക. And the final section in this chapter of microencapsulation is the applications of microencapsulations. We have already studied the advantages of microencapsulation. At that time I have told that these advantages forms the applications of microencapsulation. They are almost similar. So അപ്പോൾ അത് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കാം. And if any point is left out in application, you can add that from the advantages. രണ്ടും തമ്മിൽ ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. So the first application is to mask bitter taste of drugs like paracetamol, nitrofurantoin, etc.
അപ്പോൾ ബിറ്റർ ടേസ്റ്റ് മാസ്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ അപ്ലിക്കേഷൻ. രണ്ടാമത്തത് റിഡക്ഷൻ ഓഫ് ഗ്യാസ്ട്രിക് ആൻഡ് അതർ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ഇറിറ്റേഷൻ. അപ്പോൾ ആസ്പിരിൻ്റെ കേസ് പണ്ട് കൺട്രോൾ റിലീസ് ഡ്രഗ് ഡെലിവറിയുടെ അഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ ആസ്പിരിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു. ആസ്പിരിൻ ഈസ് ഓർ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ. അപ്പോൾ നമുക്ക് മൈക്രോ എൻക്യാപ്സുലേഷൻ വഴി ആസ്പിരിൻ കോട്ടിങ് കൊടുത്താൽ ഇറ്റ് വോണ്ട് ഇറിറ്റേറ്റ് ദി ഗ്യാസ്ട്രിക് മ്യൂക്കോസ. അങ്ങനെ ഗ്യാസ്ട്രിക് ബ്ലീഡിങ് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ബൈ മൈക്രോ എൻക്യാപ്സുലേഷൻ. സോ ഇറ്റ് ഈസ് അനദർ application. Then a liquid can be converted into a pseudo solid. അപ്പോൾ അത് അഡ്വാൻറ്റേജിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ലിക്വിഡ്സ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലിക്വിഡ്സിനെ മൈക്രോ എൻക്യാപ്സുലേഷൻ വഴി സോളിഡ് ഫോമിലേക്ക് മാറ്റാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഈസി ഹാൻഡ്ലിങ്. അതിൻ്റെ എക്സാമ്പിളാണ് എപ്രാസിനോൺ എന്ന് പറയുന്ന ഡ്രഗിനെ സാധാരണഗതിയിൽ ഈസി ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് സ്യൂഡോ സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. Then hygroscopic materials can be microencapsulated to reduce their hygroscopicity. ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള കോർ മെറ്റീരിയൽസിനെ മൈക്രോ എൻക്യാപ്സുലേറ്റ് ചെയ്താൽ അത് വാട്ടറിനെ അബ്സോർബ് ചെയ്യില്ല, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ലിക്വിഡ് ആവാതിരിക്കും. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. ദെൻ കാർബൺ ടെട്രാക്ലോറൈഡ്. ദിസ് ഇസ് നോട്ട് കാർപ്പൻറ്റർ ക്ലോറൈഡ്, ഇറ്റ് ഈസ് കാർബൺ ടെട്രാക്ലോറൈഡ്, CCl4. ഒരു spelling mistake ആണ്. You have to correct that. Carbon tetrachloride and a number of other substances have been microencapsulated to reduce their odor and volatility. Obnoxious odor ഉള്ള അല്ലെങ്കിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള കോർ മെറ്റീരിയൽസിനെ മൈക്രോ എൻക്യാപ്സുലേറ്റ് ചെയ്യാറുണ്ട് സാധാരണ. അതിന് എക്സാമ്പിളാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. Then micro encapsulation has been employed to provide protection to drugs that ഇൻ്ററാക്റ്റ് അഗെയിൻസ്റ്റ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിക് എലമെൻസുമായിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്ന ഡ്രഗ്സ്, ഓക്സിഡേഷൻ, ഹൈഡ്രോളിസിസ്, ഇതിനെല്ലാം വിധേയമാകുന്ന ഡ്രഗുകളെ മൈക്രോ എൻക്യാപ്സുലേറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ഇസ് വൈറ്റമിൻ എ പാമിറ്റേറ്റ്. ദെൻ ഇൻകോമ്പാറ്റിബിൾ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നു അഡ്വാൻറ്റേജിൽ. ഇൻകോമ്പാറ്റിബിൾ സബ്സ്റ്റൻസ് പരസ്പരം റിയാക്ട് ചെയ്യാതിരിക്കാൻ അതിന് മൈക്രോ എൻക്യാപ്സുലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. So the first chapter of your unit 2 is over, microencapsulation. Next we will be moving towards transdermal drug delivery system, mucoadhesive drug delivery system. That is the second chapter. Okay, thank you.